ChatGPT ഉടമകളായ ഓപ്പൺ എഐക്കെതിരെ പരാതിയുമായി ഇന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങൾ. മാധ്യമങ്ങളുടെ ഉള്ളടക്കം അനധികൃതമായി ഉപയോഗിച്ചെന്ന് ആരോപിച്ചാണ് കേസ്. എന്നാൽ നിയമപരമായ കീഴ്വഴക്കങ്ങൾക്ക് അനുസൃതമായ ഡാറ്റ മാത്രമാണ് ഉപയോഗിച്ചതെന്ന് ഓപ്പൺ എഐ പ്രതികരിച്ചു. ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ദ ഇന്ത്യ ടുഡേ, NDTV തുടങ്ങിയ മുൻനിര ദേശീയ മാധ്യമങ്ങളാണ് ഓപ്പൺ എഐക്കെതിരെ കേസ് ഫയൽ ചെയ്തത്. തങ്ങളുടെ ഉള്ളടക്കം അനധികൃതമായി ഉപയോഗിച്ചുവെന്നാരോപിച്ചാണ് കേസ്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഓപ്പൺ എഐ രംഗത്തെത്തി. മാനദണ്ഡങ്ങൾക്കനുസൃതമായുള്ള ഡേറ്റയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഓപ്പൺ എഐയുടെ അവകാശവാദം. ഓപ്പൺ എഐക്കെതിരെ ഇന്ത്യയിൽ നിന്ന് കേസ് ഫയൽ ചെയ്യുന്നത് ഇതാദ്യമായല്ല. കഴിഞ്ഞ നവംബറിൽ ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ വാർത്താ ഏജൻസി ഓപ്പൺ എഐക്കെതിരെ സമാന പരാതി ഉന്നയിച്ചിരുന്നു. $20 മില്യൺ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടിരുന്നു. ബുധനാഴ്ച ഓപ്പൺ എഐ CEO സാം ഓൾട്ട്മനും IT മന്ത്രി അശ്വിനി വൈഷ്ണവും കുറഞ്ഞ ചെലവിലുള്ള ഇന്ത്യൻ എഐ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യ എഐ വിപ്ലവത്തിന്റെ മുൻനിരയിലായിരിക്കണമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ആഗോളതലത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ രണ്ടാമത്തെ എഐ വിപണിയെന്നാണ് സാം ഓൾട്ട്മൻ പ്രതികരിച്ചത്. ലോകത്തെ എഐ വിപ്ലവത്തിൽ ഇന്ത്യയ്ക്കും നേതൃസ്ഥാനം വഹിക്കാനാകുമെന്നും കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ ഓപ്പൺ എഐക്ക് 3 ഇരട്ടിയോളം ഉപയോക്താക്കൾ വർദ്ധിച്ചതായും സാം ഓൾട്ട്മൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.